പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്ന ആ ജനക്കൂട്ടം കല്ലുകളെല്ലാം നിലത്തിട്ട് അവർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അതായത് ഈശോയുടെ നിലത്തെഴുത്ത് യഥാർത്ഥത്തിൽ ഒരു ഇടവേളയായിരുന്നു. ആ നിശബ്ദതയിൽ ഈശോ അവൻ്റെ സാന്നിധ്യം അവർക്ക് നൽകിയപ്പോൾ അവർ അവനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പ്രവാചകന്മാർക്കും ദൈവം വിളിച്ച ദൈവവിളി കിട്ടിയ മറ്റെല്ലാവരും അവരുടെ അയോഗ്യതകളും കുറവുകളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഈ ജനക്കൂട്ടം അവരുടെ പാപങ്ങൾ മനസ്സിലാക്കുകയാണ്. അവർ ഈ സ്ത്രീയെ കല്ലെറിയാനുള്ള യോഗ്യത അവർക്കില്ലെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നിലത്തെഴുത്ത് യഥാർത്ഥത്തിൽ ഒരു ഇടവേളയായിരുന്നു. എന്തിനുള്ള ഇടവേളയാണെന്ന് അറിയാമോ? അത് യഥാർത്ഥത്തിൽ ഒരാളിൽ പാപബോധം ഉണരാനുള്ള ഒരു ഇടവേളയാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം യഥാർത്ഥത്തിൽ നമുക്ക് ദൈവം നൽകുന്ന ഒരു നിലത്തെഴുത്തിൻ്റെ ഇടവേളയാണ്. ദൈവത്തെ അടുത്തറിയാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ, ദൈവത്തിനെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ ദൈവം നൽകുന്ന ഒരു ഇടവേള. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗം നമ്മോട് ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഈ നോമ്പ് കാലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ, ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ, പ്രാർത്ഥനയിലൂടെയൊക്കെ അനുഭവിക്കുവാനായിട്ട് നമ്മോട് സമയം മാറ്റിവെക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമതായി സുവിശേഷത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. പാപബോധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ഒന്നാമത്തേത് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണമാണ്. അവർക്ക് പാപബോധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് വചനം പറയുന്നത്. അതായത് പാപബോധം ദൈവത്തിൽ നിന്ന് അകലാനുള്ള മാർഗമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെയും പലരുടെയൊക്കെ മനോഭാവം ഇതാണ്. പാപം തിരിച്ചറിയുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് അകലാനുള്ള ഒരു കാരണമായിട്ട് സ്വീകരിക്കും. അവർ പറയും, ഞാൻ പാപിയാണ്, ഇനി ഞാൻ പള്ളിയിലേക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പാപബോധം ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് അടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീ ചെയ്തതുപോലെ അവൾക്കും വേണമെങ്കിൽ ആ ജനക്കൂട്ടത്തോടൊപ്പം അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങാമായിരുന്നു. പക്ഷേ അവൾ ഈശോയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ഈശോ അവളോട് ചോദിക്കുന്നത്, സ്ത്രീയെ, നിന്നെ ആരും വിധിച്ചില്ലേ? അപ്പോൾ അവൾ പറയും, ഇല്ല കർത്താവേ, എന്നെ ആരും വിധിച്ചില്ല. അവൾ ഗുരു എന്നല്ല അവനെ വിളിക്കുന്നത്, അവൾ വിളിക്കുന്നത് കർത്താവേ എന്നാണ്. അത് യഥാർത്ഥത്തിൽ അവളുടെ പാപത്തിൻ്റെ ഏറ്റുപറച്ചിലായിരുന്നു. അതുകൊണ്ട് പാപിനിയായ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: പാപബോധം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലാനുള്ള മാർഗമല്ല, മറിച്ച് അത് ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയാമോ? ജനക്കൂട്ടം കുറ്റബോധവും നിരാശയും പേറി തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയപ്പോൾ ഇവൾ ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കി അവളുടെ വീട്ടിലേക്ക് മടങ്ങി. അതുകൊണ്ട് തന്നെ പാപങ്ങളെല്ലാം ഏറ്റുപറയുവാൻ, കുമ്പസാരം എന്ന കൂദാശയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ലേഖന ഭാഗത്തും യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം വിശ്വസ്തനും നീതിമാനുമാകിയാൽ അവൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയോട് ആത്മാർത്ഥമായിട്ട് അടുക്കുവാനുള്ള വലിയൊരു ശ്രമം ഈ നോമ്പ് കാലത്ത് നമ്മിൽ നിന്നുണ്ടാകണമെന്ന് ഇന്നത്തെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുമ്പസാരം എന്ന കൂദാശയെ സൗഖ്യത്തിൻ്റെ കൂദാശ എന്നാണ് പറയുന്നത്. നമുക്ക് സൗഖ്യം നേടണമെങ്കിൽ നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവൻ്റെ സാന്നിധ്യത്തിൽ അവനോട് കൂടെ ആയിരിക്കണം. ഈ നോമ്പ് കാലത്ത് ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാൻ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ പാപങ്ങളും പാകപ്പിഴകളെല്ലാം ഓർത്തെടുക്കുവാനുള്ള ഒരു അവസരം ഒരുക്കണം എന്ന് നമ്മളോട് പറയുന്നു. അതുപോലെ പാപബോധം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലാനുള്ള മാർഗമല്ല, മറിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അത് വിശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ ആത്മാർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മളിൽ നിന്നും ശ്രമമുണ്ടാകണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.